സുനാമി ഏറെ ദുരന്തം വിതച്ച ഇടമാണിത്. അഷ്റഫ് മുഹമ്മദിനൊപ്പം മോസ്നാസു മീഡിയ വൺ കൊച്ചി. പ്രിയപ്പെട്ടവരെ, 8 വർഷം നീണ്ട മോസ്നാസു മീഡിയ വൺ കൊച്ചി എന്ന മേൽവിലാസത്തിൽ നിന്ന് മാറുകയാണ്. നീണ്ട 12 വർഷത്തിനു ശേഷം രണ്ടാമതൊരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള കാത്തിരിപ്പിലാണ്. 6 മാസത്തെ അവധിക്ക് ശേഷം പഴയ തട്ടകമായ കോഴിക്കോടേക്കായിരിക്കും ഇനിയുള്ള മാധ്യമപ്രവർത്തന ജീവിതമെന്ന് കരുതുന്നു. മാധ്യമപ്രവർത്തന മേഖലയിൽ 15 വർഷമാകാറാകുന്നു. വാർത്താ വായനക്കാരിയായി 2012 മീഡിയ വണ്ണിന്റെ ഫ്രെയിമിൽ ആദ്യം എത്തുന്നത്. പിന്നീട് 6 വർഷക്കാലം ന്യൂസ് ഡെസ്കിന്റെ ഭാഗമായി. 2018 കൊച്ചി ബ്യൂറോയിലെത്തി. അന്നു മുതൽക്കാണ് മാധ്യമപ്രവർത്തനത്തിന്റെ വിശാലമായ പാഠങ്ങൾ പഠിക്കാനായത്. 2018 വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണക്കേസാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പ്രധാന വാർത്തകളിലൊന്ന് എന്നാണ് ഓർമ്മ. അക്കൊല്ലം പെയ്ത തോരാമഴ പ്രളയമായി രാക്ഷസ താണ്ഡവമാടിയപ്പോൾ എക്കാലത്തെയും പ്രധാന വാർത്തകളിലൊന്ന് ഓടി നടന്ന് റിപ്പോർട്ട് ചെയ്യാനായത് മായാത്ത ഓർമ്മകളിലൊന്നാണ്. നിരവധി മനുഷ്യരുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞ ദിനരാത്രങ്ങൾ. തൊട്ടടുത്ത വർഷം മനുഷ്യരെ മുഴുവൻ തൊട്ടുകൂടായ്മയിലേക്കും ഒറ്റപ്പെടലിലേക്കും തള്ളിവിട്ട കോവിഡും എത്തി. അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മാസ്ക് ഇട്ട് പണി ചെയ്യാൻ അവസരം വന്നു. ഉറ്റവരെ കാണാതെ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് മണ്ണിലേക്ക് വെക്കപ്പെട്ട നിരവധി മനുഷ്യരും കോവിഡ് നിയന്ത്രണങ്ങളിൽപ്പെട്ട് തടങ്കലിലാക്കപ്പെട്ടവരുടെ നിസ്സഹായതയുമെല്ലാം വാർത്തയാക്കുന്നതിനിടയിൽ കോവിഡ് എന്നെയും പിടികൂടി. പല മാധ്യമ സുഹൃത്തുക്കളും രോഗബാധിതരായി. അവർക്കൊപ്പം FLTCയിലും ആശുപത്രിയിലുമൊക്കെ കഴിഞ്ഞ നാളുകൾ. അതിനിടെ കോവിഡ് ശ്വാസകോശത്തെ കടന്നാക്രമിച്ച് പ്രമേഹം മൂർധന്യാവസ്ഥയിലെത്തി മൈൽഡ് അറ്റാക്കും വന്ന മെഡിക്കൽ കോളേജ് ICയുമായി. രോഗപീഠയ്ക്കപ്പുറം ഒറ്റപ്പെടലുകൂടിയായപ്പോൾ ഒരു വേള മരിച്ചു പോകുമോ എന്ന് ഭയന്ന രാത്രികൾ. അക്കാലത്ത് കുടുംബക്കാരേക്കാൾ ഏറെ കരുതലായി നിന്നത് കൊച്ചിയിലെ മാധ്യമ സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കലും മറക്കാനാകാത്ത ചില പേരുകൾ മരിക്കും വരെ മനസ്സിലുണ്ടാകും. കോവിഡ് തന്ന സമ്മാനമായി തുടർച്ചയായി 2 തവണ ന്യൂമോണിയയും ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കി. അന്നു തൊട്ട് ഇന്നുവരെ പ്രമേഹത്തിനും ശ്വാസകോശ പ്രശ്നങ്ങൾക്കും മരുന്ന് കഴിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവെച്ചും റിപ്പോർട്ടിംഗ് മേഖലയിൽ തുടരാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ചില വ്യക്തിപരമായ പ്രശ്നങ്ങളും കൊച്ചിയിൽ തുടരാൻ കാരണമായി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തവിടുപൊടിയാക്കിയ മരടിലെ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഒരു സിനിമാ കഥ പോലെയാണ് ഇന്നും മനസ്സിൽ. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്ന് റിപ്പോർട്ട് ചെയ്ത മരട് ഫ്ളാറ്റ് പൊളി റിപ്പോർട്ടിംഗ് ടീമിൽ ഉൾപ്പെട്ടതും വ്യത്യസ്ത ഓർമ്മകളിലൊന്നാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലകളിലെയും തീരദേശത്തെയും പശ്ചിമ മേഖലയിലുമെല്ലാം വ്യത്യസ്ത വാർത്തകൾ, വ്യത്യസ്ത മനുഷ്യർ, അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ. അവിടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച സാമൂഹിക പാഠങ്ങൾ വളരെ വലുതാണ്. വാർത്തയിടങ്ങളിലേക്ക് എത്തിപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പരിചയപ്പെട്ട പലരും മുന്നോട്ടുള്ള മാധ്യമപ്രവർത്തനത്തിന് എന്നും മുതൽക്കൂട്ടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രസ് ക്ലബ്ബായ എറണാകുളം പ്രസ് ക്ലബിന്റെ ഭാഗമാകാനായതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരവാഹിയായി മത്സരിക്കാൻ അവസരം ലഭിച്ചതുമെല്ലാം അഭിമാനകരമാണ്. ഇക്കാലയളവിൽ തേടിയെത്തിയ APJ അബ്ദുൽ കലാം കേരളീയം പുരസ്കാരവും തുടർന്ന് ലഭിച്ച അംഗീകാരങ്ങളും വലിയ പ്രോത്സാഹനമായി മിനുക്കിത്തേച്ച് വെക്കാറുണ്ടെന്നും. എഴുതാനേറെയുണ്ട്, പറയാൻ ഒത്തിരിയുണ്ട്. മീഡിയ വണ്ണിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ മൈക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് നീണ്ട 8 വർഷം കൊച്ചി റിപ്പോർട്ടറാകാനായത് കരിയറിലെ വലിയ ഭാഗ്യമായി കാണുന്നു. അതിനവസരമൊരുക്കിയ സ്ഥാപനത്തിലെ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാനാകുമെന്ന ശുഭപ്രതീക്ഷയോടെ മോസ്നാസു മീഡിയ വൺ കൊച്ചി.